എഫൾജൻസ് കോക്ക് ലോകേഷ് കനകരാജ്. അദ്ദേഹത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആഫ്റ്റർ കൂലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകേഷ് കനകരാജിനെ ഓവർ റേറ്റഡ് ആക്കാൻ ശ്രമിക്കുന്ന പട്ടികളെ ഞാൻ പറയണം. ലോകേഷിൻ്റെ ഫിലിമോഗ്രാഫിയെക്കുറിച്ച്, ലോകേഷിൻ്റെ ആദ്യത്തെ പടം മാനകരാണ്, അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. ഞാനിപ്പോഴും സംസാരിക്കാൻ പോകുന്നത് ലോകേഷിൻ്റെ ഫിലിമോഗ്രാഫിയിൽ ലോകേഷ് പണിയിട്ടുള്ള പടങ്ങളിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട, ഞാൻ പേഴ്സണലി റേറ്റ് ചെയ്യുന്ന സിനിമകളെക്കുറിച്ചാണ്. കൈദിയാണ് ഏറ്റവും ബെസ്റ്റ് വർക്ക് ഓഫ് ലോകേഷ്, അൺഡൗട്ടഡ്ലി ഒരു പെർഫെക്റ്റ് സിനിമ. ആ സ്ക്രീൻ പ്ലേ ആയി കഴിഞ്ഞാലും, അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത രീതിയായി കഴിഞ്ഞാലും, പെർഫോമൻസ് ആയി കഴിഞ്ഞാലും പെർഫെക്റ്റ് സിനിമ എന്ന് പറയുന്നത് കൈദിയാണ്. കൈദി ഹാസ് ടു ബി നമ്പർ 1. പക്ഷേ എനിക്ക് പേഴ്സണലി വിക്രമാണ് കൂടുതൽ ഇഷ്ടം. വിക്രോ എന്തുകൊണ്ടാണ് അറിയാം, എനിക്ക് തിയേറ്ററിൽ കൂടുതൽ മൊമെൻറ്റ്സ് തന്നിട്ടുള്ളത് വിക്രമാണ്. ഞാൻ റിപ്പീറ്റഡ്ലി കൈദിയേക്കാൾ കൂടുതൽ കണ്ടുള്ളത് വിക്രമാണ്. വിക്രത്തിൽ ഒരുപാട് സീൻസ് ഉണ്ട്. അത് നിങ്ങളും കണ്ടതാണ്, നിങ്ങൾക്ക് അത് റീകളക്ട് ചെയ്യാം എന്ന് മാത്രം. ഒന്ന്, ഇൻ്റർവെല്ലിന് തൊട്ട് മുൻപുള്ള ആ ഒരു സീക്വൻസ്, ആ ഒരു കല്യാണം നടക്കുന്നത് മുതൽ മറ്റേ അവരുണ്ടല്ലോ, മറ്റേ പാചകം ചെയ്യുന്ന മറ്റേ തമിഴ്നാട്ടിലെ ഫെറോസിക്ക, വില്ലേജ് കുക്കിംഗ്, അവർ വല്ല ബിരിയാണി സമയ്ക്കല എന്ന് പറയുക, അത് മുതൽ ഉള്ള ആ ഒരു സീക്വൻസ് ഈസ് അൾട്ടിമേറ്റ്. നിങ്ങൾ കണ്ടുനോക്ക്, അത് ഒന്നുകൂടെ കണ്ടുനോക്ക്. ഏച്ചാതി സാധനം. അവിടെ ആരൊക്കെയുള്ളത്? പിന്നെ വിക്രത്തിൽ വിജയ് സേതുപതിയുടെ ഇൻട്രോ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, എജാതി സാധനം. ഫഹദ് എജാതി. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീൻ എന്താ അറിയാം, കണ്ണെപ്പാറ് എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങളെ ശത്രുവിനെ എൻ്റെ കണ്ണിൽ നോക്കണം നായിൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെടിവെക്കുന്ന സാധനം ഉണ്ടല്ലോ, ദാറ്റ്സ് അൾട്ടിമേറ്റ്. മനസ്സിലായില്ലേ? ആ ഫഹദ് ചെയ്ത സാധനം, ചെമ്പനെ കൊല്ലണ സാധനം. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ ഈ കല്യാണ സീക്വൻസ് മുതൽ ആരാണ്, ഓൾറെഡി നമുക്കറിയാം കമൽഹാസനാണ് വിക്രം എന്നുള്ളത് നമുക്കറിയാം, അത് റിവീൽ ചെയ്യുന്ന സീന്. പിന്നെ ഏജന്റ് ടീന ഉൾപ്പെടെ ആ ഒരു ഇൻഡോർ സാധനം ഉണ്ടല്ലോ, അവിടുത്തെ ഫയറിങ് ഒക്കെ എൻ്റെ മോനെ, അതിലെ ഫൈറ്റ് കൂലി കണ്ടിട്ട് നിങ്ങൾ എടുത്ത് കണ്ടുനോക്ക്. എച്ചാതി ഫൈറ്റ് സീക്വൻസ്, ബുള്ളറ്റൊക്കെ പോകുന്ന കാണണം, എച്ചാതി ഫയറിങ്. അതുകൊണ്ടാണ് ഞാൻ അൺഡൗട്ടഡ്ലി കൈദി ഈസ് ദ ബെസ്റ്റ് വർക്ക് ഓഫ് ലോകേഷ് കനകരാജ്. പക്ഷേ ഞാൻ കൈദിയേക്കാൾ കൂടുതൽ എനിക്ക് മൊമെൻറ്റ്സ് തന്നിട്ടുള്ളത്, കൂടുതൽ മൊമെൻറ്റംസ് ഉള്ളത് വിക്രത്തിനകത്താണ്. അതിന് കാരണം ഇത്രയും ആൾക്കാരില്ലേ, മറ്റേ പൊടി മനുഷ്യനല്ലേ, പുള്ളി ഉൾപ്പെടെ എജ്ജാതി സാധനം. അതിൽ കമൽഹാസൻ ഇട്ട എഫേർട്ട്, രജനീകാന്ത് മറ്റേ മുഖം കൊണ്ട് മാസ് കാണിക്കുന്നല്ല, അത് മാത്രമല്ല സാധനം. കമൽഹാസൻ അതിലിട്ട എഫേർട്ട്, ഫിസിക്കൽ എഫേർട്ട്, അതിൽ പുള്ളി ക്യാരി ചെയ്ത്. കമൽഹാസനൊക്കെ എന്തിന് ഇത്രയും ആൾക്കാർ കളിയാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് എ ലെജൻഡ് മാത്രമല്ല, പുള്ളി ചെയ്ത പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരാൾ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല പുള്ളിയുടെ ലെവലൊക്കെ നിൽക്കാൻ പറ്റിയത്. ലാലേട്ടൻ പുള്ളിക്ക് മുകളിലാണ്, വേറെ കാര്യം. പക്ഷേ ലാലേട്ടൻ കഴിഞ്ഞ കമൽഹാസനാ, രജനീകാന്തും മറ്റേ മമ്മൂക്ക് ഇവരൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും ആ ലെവലല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വിക്രം ഇസ് ദ മോസ്റ്റ് എൻ്റർടൈൻഡ് ആൻഡ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കണ്ടുള്ള സിനിമ വിക്രമാണ്, ഫുൾ സിനിമ. അതുകൊണ്ട് കൈദി ഈസ് നമ്പർ 1, വിക്രം ഈസ് നമ്പർ 2. പക്ഷേ ഇതിലൊരു സ്വാപ്പ് ഉണ്ട്, ഏറ്റവും കൂടുതൽ കണ്ടുള്ള സിനിമ കൈദി അല്ല, വിക്രമാണ്. അതുകൊണ്ട് രണ്ടിനെ ഞാൻ ഇങ്ങനെ വെച്ചേക്കാം. ഇനി മാനഗരം എന്ന് പറയുന്ന സമയത്ത് നോൺ ലീനിയറിൻ്റെ അയ്യർ കളി, നോൺ ലീനിയർ മാസ്റ്റർ പീസ്, ഒരു ടെക്സ്റ്റ് ബുക്കാണ് മാനഗരം എന്ന് പറയുന്നത്. അത് ലോകേഷ് എടുത്ത പടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമ ഞങ്ങൾ ആലോചിച്ച് വെക്കണം, അതൊരു നോൺ ലീനിയർ മാസ്റ്റർ പീസ് അതേ എടുത്തു വെച്ചേക്കുന്നത്. അത് കാണാത്തവരായിരിക്കും കൂടുതൽ, കാരണം മിക്കവാറും കൈദി മുതലായിരിക്കും ലോകേഷിനെ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമല്ല മാനഗരം, ഞാൻ ലോകേഷിൻ്റെ പടം എന്ന നിലയ്ക്ക് പിന്നെ കണ്ടതാണ്. മാനഗരത്തെ 3ാമത് വെക്കാൻ കാരണം അത് അന്യായ പടം,
കാണാത്തവർ എന്തായാലും കണ്ടു നോക്കണം. മസ്റ്റ് വാച്ച് ആണ്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ലിയോ ആണ്. ലിയോനെ ഊക്കി വിട്ട ഒരാളാണ് ഞാൻ. എന്താ കാരണം എന്നറിയോ? അതിൻ്റെ സെക്കൻഡ് ഹാഫിലെ ഫ്ലാഷ് ബാക്ക് മാത്രം. ഓൺലി ഫോർ ദാറ്റ് റീസൺ. ലിയോ ഫസ്റ്റ് ഹാഫ് ഈസ് മാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്. ലിയോൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റെക്ഷലെസ്സാണ്. ലോകേഷ് പണ്ണലിൻ്റെ പീക്കാണ്. ഞാൻ വിക്രമും കൈദിയും ഓൾറെഡി ഞാൻ മുകളിൽ വെച്ച്, എന്നിട്ട് ഞാൻ പറയാം, സ്റ്റിൽ ഐ ആം സെയിങ് ദിസ്, ലിയോ ഫസ്റ്റ് ഹാഫ് ഈസ് സംതിങ് എൽസ്. ദാറ്റ്സ് യുണീക്ക്. അത് സ്റ്റാൻഡ് അപ്പാർട്ടാണ്. അത് സംതിങ് എൽസ് ആണ്. ലിയോൻ്റെ ഫസ്റ്റ് ഹാഫിൽ ലോകേഷ് എന്താ പണി വെച്ച്. അതുകൊണ്ട് പട്ടികളെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ് ലോകേഷിനെ കുറിച്ച് പറയുന്നത്? ലോകേഷ് ഓവർ റേറ്റഡ് എന്നാ? ഓക്കെ, നെൽസനെ നമ്മൾ ജയിലർ കൊണ്ട് അംഗീകരിക്കും. മറ്റേ കോകില മുതൽ നമ്മൾ നെൽസനെ കാണുന്നുണ്ട്. ഓക്കെ, ഡോക്ടർ മുതൽ കാണുന്നുണ്ട്. പല പടങ്ങളും നെൽസനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ലോകേഷിനൊന്നും താഴ്ത്തി കെട്ടല്ലേ മക്കളെ. അത് വർക്കാവൂല. ദാറ്റ് വോണ്ട് വർക്ക്. അപ്പോൾ ലിയോൻ്റെ ഫസ്റ്റ് ഹാഫ് എച്ചാതി സാധനം. അതിലെ കോഫി ഷോപ്പ് സീൻ, ഞാൻ ജോൺ വിക്ക് എന്ന് പറഞ്ഞാൽ ജോൺ വിക്ക് ഫസ്റ്റ് പടം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കണ്ടുള്ള പടം ലിയോ. ക്യാൻ യു ബിലീവ് മീ? ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്തിട്ടുള്ള സിനിമ ലിയോ. സെക്കൻഡ് ഹാഫ് അല്ല, ഫസ്റ്റ് ഹാഫ്. ദാറ്റ് കോഫി ഷോപ്പ് സീൻ ഈസ് പേഴ്സണൽ ഫോർ മീ. ആ കൊച്ചിനെ തൊടാൻ നോക്കിയപ്പം വിജയ് കാണിച്ചൊരു അഭ്യാസമുണ്ട്. അത് ലോകേഷ് പണി വെച്ചിരിക്കുന്നത്. ആ റെട്രോ ആ ലെവലിലുള്ള സോങ്ങും പരിപാടിയും വെച്ചിട്ട് എച്ചാതി സാധനം. ഞാനുണ്ടല്ലോ ഫസ്റ്റ് ഷോ കണ്ട പടം ലിയോ. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഞാൻ തരിച്ചുപോയി. സെക്കൻഡ് ഹാഫിലെ കൂതറ ടിപ്പിക്കൽ വിജയ് ഫ്ലാഷ് ബാക്കും പിന്നെ ക്ലൈമാക്സ് ഓക്കെ ഫൈൻ ബാക്ക്. പക്ഷേ അതുകൊണ്ട് മാത്രം ലെഡ് ഡൗൺ ആയി പോയ സാധനം. ഇപ്പോഴും എൻ്റെ റിവ്യൂ എടുത്ത് നോക്കി അറിയാം, ഭയങ്കര നെഗറ്റീവ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ വിക്രത്തെക്കാളും കൈദിയേക്കാളും കണ്ടിട്ടുള്ളത് ലിയോ ഫസ്റ്റ് ഹാഫാണ്. പക്ഷേ ജം ഓഫ് എ തിങ്. അത് അനിയില്ലാതെ ലോകേഷില്ല. സാംസിയസ് ആണ് കൈദി ചെയ്തിരിക്കുന്നത്, സമ്മതിച്ച്. പക്ഷെ അനിയുടെ സാധനം, അനിരുദ്ധിൻ്റെ ലെവൽ. അടുത്ത ഞാൻ പറയാം മാസ്റ്ററാണ്. ഓൾസോ മാസ്റ്റർ ഫസ്റ്റ് ഹാഫ്. മാസ്റ്റർ ഞാൻ ഭയങ്കര നെഗറ്റീവ് റിവ്യൂ കൊടുത്തുള്ള സിനിമയാണ്. കാരണം ഓവറോൾ ഭയങ്കര ഡൗൺ ആണ്. അതിൽ വിജയ് സേതുപതിയുടെ ക്യാരക്ടർ എച്ചാതി. പുള്ളിയുടെ മറ്റേ എന്ത് സാധനത് ലക്ക് എച്ചാതി സാധനം വിജയ് സേതുപതി തന്നെ ചെയ്തു വെച്ച. വിജയ് ഓൾസോ കീട്ടിലൻ ക്യാരക്ടർ. JD ജാക്ക് ഡാനിയൽ കുടികാരൻ അന്യ സാധനം ഫസ്റ്റ് ഹാഫ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ ഫൈറ്റും അങ്ങനെ പോകണം. പിന്നെ പുള്ളിയെ പഴയ മറ്റേ ക്ലീൻ ഷേവിങ് ചെയ്തിട്ട് പുള്ളിയെ മറ്റേത് കൊണ്ടാക്കി അലമ്പാക്കി ആണ്. അത് പിന്നെ 50-50 പണ്ണലാണെന്നാണ് പറഞ്ഞത്. 50 ലോകേഷ് കനകരാജ്, 50 വിജയ് പണ്ണൽ. അതുകൊണ്ടാണ് നാലാമതേ വെക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് കൂലിയാണ്. സ്റ്റിൽ ഞാൻ പറയുന്നു, കൂലി ഒരിക്കലും മോശം സിനിമയില്ല. എൻ്റെ റിവ്യൂവിൽ ഞാൻ പറയാം, എൻ്റെ അടുത്ത് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് എൻ്റെ കൂടെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. തിരുവനന്തപുരം ഉണ്ണി, ഷസാമ കണ്ടത് പറഞ്ഞ് കോക്കോണ്ടോ നിങ്ങൾ ഊക്കിയില്ല, അതെനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞ്. ഞാൻ ഊക്കാത്തതുകൊണ്ട് ഷസാം പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഓക്കെ സമ്മതിച്ച്. പക്ഷേ എനിക്ക് ഊക്കാൻ തോന്നിയില്ല. കാരണം എന്താ പറയുക, ഒറ്റ കാരണമുള്ളൂ, ലോകേഷിൻ്റെ ഫിലിമോഗ്രാഫി വെച്ചിട്ട് ഏറ്റവും മോശം സിനിമ ലോകേഷ്. അതുകൊണ്ടാണ് ലാസ്റ്റ് വെച്ച കൂലി. പക്ഷേ നിങ്ങൾ രജനീകാന്തിൻ്റെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്ക്. അണ്ണാത്തൈ, വേട്ടയ്യൻ, ദർബാർ, ലാൽസലം. അതായത് സച്ചിൻ 100ാമത്തെ സെഞ്ചുറി അടിച്ചത് കുറച്ച് ബോൾ അധികമാണ്. ബംഗ്ലാദേശിനെതിരെ 100ാം സെഞ്ചുറി അടിച്ച് അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ട് സച്ചിൻ ഏറ്റവും മോശം സെഞ്ചുറി ആയിട്ടാണ് 100ാമത്തെ സെഞ്ചുറി വിലയിരുത്തപ്പെടുന്നത്. മനസ്സിലായോ? അതാണ് ഫാക്റ്റ്. അതായത് സച്ചിൻ്റെ ലെഗസി എന്ന് പറഞ്ഞാൽ അതാണ്, ലോകേഷിൻ്റെ ലെഗസി എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് സിർത്തേ ശിവയോ വേറെ ഊച്ചാലും ഡയറക്ടർ എടുത്താൽ ബെസ്റ്റ് പടം. ബെസ്റ്റ് പടം രജനീകാന്തിൻ്റെ. ഇത് എല്ലാവരും പറയുന്ന അഭിപ്രായം എന്താ? ലോകേഷിൻ്റെ പണ്ണൽ നടന്നില്ല.
അതുകൊണ്ട് ഡിസപ്പോയിൻ്റ്, ഇൻക്ലൂഡിങ് മീ. ഇത് ലോകേഷ് കനകരാജ് അല്ല ഡയറക്ടർ, ഇതൊരു ഡെബ്യൂറ്റൻ്റ് ആണ്, ഒരു പുതിയ ഡയറക്ടറാണ്. അല്ലെങ്കിൽ വേറെ ഇത് നമ്മൾ അത്രയും പ്രോമിസിംഗ് ഉള്ള ഡയറക്ടർ ചെയ്തെങ്കിൽ ഇത് ബെസ്റ്റ് പടോ. അതായത് അത്രയാണ് അദ്ദേഹം ലോകേഷ് കനകരാജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മച്ച് ഹയർ. അതുകൊണ്ടാണ് കൂലി ഒരു മോശം സിനിമയായിട്ട് എല്ലാവരും കാണുന്നത്. എന്നിട്ടും ആൾക്കാർ പറഞ്ഞത് നല്ല പടമാണല്ലോ, കൊള്ളാലോ, വൺ ടൈം വാച്ച് ഉണ്ടല്ലോ. ഞാൻ വൺ ടൈം വാച്ചുള്ള സാധനം ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഒരു അട്ടർ കൂതറ ഫ്ലോപ്പ് പടമല്ല കൂലി. ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട്. പക്ഷേ ലോകേഷിനെ പണിൽ വെച്ചിട്ട് മാനകരം പണിയ, കൈദി പണിയ, വിക്രം പണിയ, ലിയോ പണിയ, മാസ്റ്റർ പണിയ, ലോകേഷിനെ പടമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ സ്റ്റഫില്ല. അവിടെയാണ് പ്രശ്നം വന്നത്, മനസ്സിലായോ? അത് ഒരാളൊരു ലെഗസി ഉണ്ടായി കഴിഞ്ഞാൽ ആ ലെഗസി മീറ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇറ്റ്സ് എ ടാസ്ക്. അടുത്ത ഇയാൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നെൽസൺ ജയിലർ 2 കൂടെ അത്രയാണ് ജയിലർ വെച്ച് നെൽസൺ പണി വെച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. ഇപ്പോൾ ലാലേട്ടനെ നമ്മൾ കുറേ കാലം കുറ്റം പറഞ്ഞിട്ടല്ലോ. നമ്മളെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്ത് കാരണം? ലാലേട്ടൻ ലെഗസി ചെയ്താ. ആ ലാലേട്ടൻ അങ്ങനെ ഡെലിവറി ചെയ്തിരിക്കുന്ന വിഷമാവും. അല്ലാതെ ഇപ്പം വേറെ നമ്മൾ കുറ്റം പറയുന്നുണ്ടോ? പുതുമുഖം മറ്റേ അർജുൻ അശോകൻ നമ്മൾ കുറ്റം പറയില്ലല്ലോ, ഇല്ല, കാര്യമില്ല. കാരണം എന്താ? ലാലേട്ടൻ ലെഗസി ഇസ് ദാറ്റ്. അപ്പം അത് വെച്ചാണ് നമുക്ക് ഒരു മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ അളക്കുന്നത്. അത് സബ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ സോഷ്യലി അൺകോൺഷ്യസ് ആയിട്ട് നമുക്ക് സംഭവിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ലോകേഷിനെ പടായതുകൊണ്ട് മാത്രമാണ് ഇതിന് മോശം പടായത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ലോകേഷ് ഓവർ റേറ്റഡ് ആണ്, മറ്റേതാണ് മറിച്ച് പറയണ പട്ടികളെ. ഞാൻ പറയുകയാണ്, നിങ്ങൾ ഏത് ഈ യൂണിവേഴ്സിൽ നിങ്ങൾ സംസാരിക്കുന്നത്? ലോകേഷിനെ പടം എടുത്ത് കണ്ടോക്കടാ. കൈദി കാണ്, വിക്രം കാണ്, ലിയോൻ്റെ ഫസ്റ്റ് ഹാഫ് കാണ്, മാനകരം കാണ്, മാസ്റ്ററുടെ ഫസ്റ്റ് ഹാഫ് കാണ്. ഇതിനോട് ലോകേഷിനെ പറ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ലോകേഷ് അടുത്ത പടം വന്നിട്ട് ഞാൻ അടുത്ത കാര്യം പറയാം. അത് ഞാൻ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല, ഒന്നുമില്ല. ഇത് വേറെ കാര്യമുണ്ട്. ഇത് ലോകേഷിനെ കൂടെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച. മനസ്സിലായോ? അതായത് കമൽഹാസൻ ഫാനാണ് ലോകേഷ് ബേസിക്കലി. ഓക്കെ, അപ്പം ലോകേഷിനെ പോലത്തെ ഒരു ബ്രാൻഡ് ഡയറക്ടറെ കൊണ്ടൊരു പടം എടുപ്പിക്കണം രജനീകാന്തിനെ വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കലാനിധിമാരനൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് എടുത്ത പടമാണത്. അപ്പം ലോകേഷ് അതിന് വേണ്ടിയിട്ട് ഓർഗാനിക്കലി അല്ലാതെ ലോകേഷ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു സ്ക്രിപ്റ്റും വെച്ചിട്ടാണ് ലോകേഷ് ഇത്രയും ഒരു പടം എടുത്ത് വെച്ചേക്കുന്നത്. ആ ഫിലിം തന്നെ AR മുരുകദോസ് ഉൾപ്പെടെയുള്ള ബ്രാൻഡ് ഡയറക്ടേഴ്സിൻ്റെ പടത്തിനേക്കാളും ബെറ്ററാണ്. അപ്പോൾ ലോകേഷിൻ്റെ ലെവൽ മനസ്സിലാക്കണം. വെറുതെ ലോകേഷിൻ്റെ മേൽ കുതിര കയറണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. കുതിര കയറേണ്ട ഒരു കാര്യം കോളി, ഇതൊന്നും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ലോകേഷ് എങ്ങനെ ബ്രാൻഡായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. കണ്ണെപ്പാർ റോളക്സ്, അവൻ പേര് ദില്ലേ. ഞാൻ റോളക്സിനെ പറയാൻ വിട്ടു ഈ വിക്രത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത്, ഇപ്പോഴേ ഓർത്തെ. അതായത് സൂര്യയുടെ ക്യാമിയോ, അതെന്ത് സാധനം, മാർഷലിൻ്റെ അതും വെച്ചിട്ട് അണ്ണം വന്ന വരവ്, എൻ്റെ പൊന്നി, അതെന്ത് സാധനം. അതിൽ തല വെട്ടണതും കാലുകൊണ്ട് ചവിട്ടി പിടിക്കണതും. അതുകൊണ്ട് സാർ അതെന്ത് സാധനം ഇത്. അതുപോലെ ആരെങ്കിലും പണിട്ടുണ്ടാ പട്ടികളെ. ഇത് ലോകേഷിനെ കുറ്റം പറയാൻ വരുന്നത് അല്ല, കുറ്റം പറഞ്ഞോളെ. ഇതിപ്പോൾ നിങ്ങൾ ജനാധിപത്യ മര്യാദയില്ല, നിനക്ക് എല്ലാവരെയും കുറ്റം പറയാം അല്ലിടോ, ഞങ്ങളാരെയും കുറ്റം പറഞ്ഞ് നീ പ്രതികരിക്കില്ലടോ. നിങ്ങൾ കുറ്റം പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം ഞാനും പറയും, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ റോളക്സിന് പറയാൻ പറ്റേ സൂര്യണ്ണ ഏത് ലെവൽ സാധനം. ആ വിക്രത്ത് തന്നെ കാർത്തിയെ കാണിക്കുന്നില്ല, കാർത്തിയെ മോളെ കാണിച്ചിട്ട് പുള്ളി കുളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുള്ളി ഒരു പാട്ടും പാടുന്നുണ്ട്. ആ ഒറ്റ സാധനം പോലെ കൈതിയുടെ റേഞ്ച് അറിയാൻ. എൻ്റെ മോനെ, പിന്നെ കൈതിൽ ബിരിയാണി കഴിക്കണ സാധനം, ഇത് ലെവലത്. ബിരിയാണി ഞാനിപ്പോഴും കൈതിയുടെ സീൻ വെച്ചിട്ട് ബിരിയാണി കഴിക്കല്, ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ ലോകേഷ് കനകരാജ് ഈസ് ലോകേഷ് കനകരാജ്. വെറുതെ ഒറ്റ പടം കൊണ്ടൊന്നും പുള്ളിയെ ഓവർ റേറ്റഡ് ആക്കിയിട്ട് കളിക്കണ്ട പട്ടികളെ. മനസ്സിലായോ? പട്ടികളെ.